ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബർഗർ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓവനില്ലാതെയും ഓവനിലും ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ബണ്ണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ബണ്ണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ബണ്ണാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് പാല്, ചെറിയ ചൂടുള്ള പാലാണ്, ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ്, അതുകൊണ്ട് ഇങ്ങനെ കുതിർത്തിട്ട് വേണം എടുക്കാനായിട്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ നല്ലൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് കിട്ടും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ചൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മൈദാമാവൊക്കെ അളന്ന് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് 250 ml അളവിൽ ഉള്ള കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കപ്പിൻ്റെ അളവനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ബണ്ണിന്. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാല് ഈസ്റ്റ് ചേർത്തതിലേക്ക് ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. ഒരു നല്ല വലിപ്പമുള്ള ഒരു മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അളക്കുന്ന പാത്രത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പാല് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മാവ് കുറേ ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ മൈദ 1-2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എൻ്റെ അളവിൽ കറക്റ്റ് പാകത്തിനാണുള്ളത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് 1 ടേബിൾ സ്പൂൺ ബട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ടറിൻ്റെ അളവ് 1-2 ടേബിൾ സ്പൂണോടെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നല്ല ടേസ്റ്റായിട്ടും നല്ല സോഫ്റ്റായിട്ടും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല പോലെ തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചിട്ടെടുക്കണം. എങ്കിൽ മാത്രമേ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പാല് അതിന് പകരമായിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ഈ മാവ് ഒരു ഡബിൾ സൈസിലായിട്ട് കിട്ടും. അപ്പോൾ നല്ല ചൂടുള്ളതാണെങ്കിൽ 1 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഈസ്റ്റ് നല്ല ഈസ്റ്റ് തന്നെ എടുക്കുക, എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് ഒരു ഡബിൾ സൈസിലായി കിട്ടൂ. അതുപോലെ എടുക്കുന്ന പാല് ചൂട് കൂടി പോകാൻ പാടില്ല. ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈസ്റ്റ് പൊങ്ങി വരില്ല. ഇതിനി ഒന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 8 ബോൾസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരേ അളവിലുള്ള 8 ബോളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഒന്ന് ബോളാക്കി എടുക്കാം. നന്നായിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടി കൊടുത്തിട്ട് നല്ലൊരു ഷേപ്പിലുള്ള ബോളാക്കി എടുക്കണം. ക്രാക്സ് വീഴാതെ മാക്സിമം ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ ബണ്ണ് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇത് ഓവനില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ടിൻ്റെ ഒരു തട്ട് എടുത്തിട്ടുണ്ട്, അതിലേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഈ മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പാല് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി, നന്നായിട്ട് തന്നെ വരും. ഇതിൻ്റെ പുറമേ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലെല്ലാം മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കറുത്ത എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് കളറിലുള്ള എള്ളാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയിൽ കിട്ടും. 180 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 18 മിനിറ്റാണ് എൻ്റെ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അതുപോലെ സമയം അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എന്തായാലും ബേക്ക് ചെയ്ത് നോക്കുക. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഓവനിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്യാനായിട്ട് ഞാനിവിടെ പാത്രം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ തട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് ഈ ഹോളുള്ളിടം നന്നായിട്ടൊന്ന് അടച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതേപോലുള്ള അടപ്പിൽ ആ ഹോൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചൂട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു തുണിയുടെ ചെറിയ പീസ് എടുത്തിട്ട് വേണമെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇത് 20 മിനിറ്റാണ് ഓവൻ ഇല്ലാതെ മീഡിയം ടു ലോ ഫ്ലെയിമിന് ഇടയിലായിട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്തത് 20 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ബേക്കായിട്ടുണ്ട്. ഒരു 18 മിനിറ്റാണ് എൻ്റെ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കവർ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഓവനില്ലാതെ ബേക്ക് ചെയ്തതും 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഒരു ബ്രൗൺ കളറായി നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് വലുതായി വന്നിട്ടുണ്ട്. ഇതും അതേപോലെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ട് നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയുള്ള ബണ്ണാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ബണ്ണ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ഞാൻ ഓവനില്ലാതെ ചെയ്തിട്ടുള്ളതാണ്. അടിഭാഗമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓവനിൽ ചെയ്തത് കുറച്ചും കൂടെ ഒന്ന് കളറായി വന്നിട്ടുണ്ട്, പക്ഷേ അടിഭാഗം നല്ല വൈറ്റ് കളർ തന്നെ ഇരിപ്പുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഇത് ഞാൻ ഇനി മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്